Good morning, all. Good morning, ma'am. Good morning, ma'am. നമ്മളെ പുതിയ ചാപ്റ്റർ എടുക്കാന്ന് അല്ലെ, ഇന്ന് മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റ് ആണ് നമ്മൾ ഇന്ന് എടുക്കാന്ന് വെച്ചത്. എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ അല്ലെ? എല്ലാവരുടെയും കയ്യില് മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റ് ഉണ്ടാകും അല്ലെ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചായിരുന്നു ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. എന്താണ് വില്ലേജ് വേസ്റ്റ് എന്നുള്ള കാര്യം അല്ലെ? പ്രധാനമായിട്ടും ഹോസ്പിറ്റലിലാവുമ്പോൾ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് വരും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനോ? ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്താണ് അതില് ആ പാരഗ്രാഫിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് അല്ലെ അതിന്റെ പ്രാധാന്യം എന്താണ്, വില്ലേജ് വേസ്റ്റ് ഹോസ്പിറ്റലിലെ വില്ലേജ് വേസ്റ്റിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് മനസ്സിലായി കാണാം. ഈ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ജെന്യുവൻ മാനേജ്മെന്റ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു പ്രൊട്ടക്ട് ദ ഹെൽത്ത് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ ആൻഡ് എൻവയറൺമെന്റ്. അതായത് ഹോസ്പിറ്റലില് ഇങ്ങനെ അല്ലെ വേസ്റ്റുകൾ നമ്മള് എന്തെങ്കിലും ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ബ്ലഡോ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സോ ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് കളക്ട് ചെയ്യുമ്പോഴും എന്തെങ്കിലും ലീക്കേജുകളൊക്കെ സംഭവിക്കുമ്പോഴും സ്വാഭാവികമായിട്ടും അത് അണുക്കളൊക്കെ ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ലീക്കേജോ അല്ലെങ്കിൽ സ്പില്ലേജോ അതായത് തുളുമ്പി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ വേസ്റ്റുകൾ വന്ന അണുക്കള് അവിടെ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലെ നല്ല മതിയായ രീതിയിലുള്ള മാനേജ്മെന്റ് സിസ്റ്റം, അതായത് ഈ ഒരു ഈ വേസ്റ്റ് കൈകാര്യം ചെയ്യേണ്ട ഒരു സിസ്റ്റം എന്നുള്ളത് നല്ല പ്രോപ്പർ മാനേജ്മെന്റ് ആണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അല്ലാത്ത പക്ഷം എന്താണ്, അല്ലാത്ത പക്ഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? നമുക്കറിയാം അവിടുത്തെ ഹെൽത്ത് വർക്കേഴ്സിനും പേഷ്യൻസിനും എല്ലാവർക്കും തന്നെ എന്താണ് അത് ഭീഷണിയാണ്. പ്രത്യേകിച്ച് എൻവയോൺമെന്റിനും ഭീഷണിയാണ് അല്ലെ? അവിടുത്തെ പ്രകൃതിയിലേക്കും ഈ അണുക്കളൊക്കെ പ്രവേശിക്കാനായിട്ട് സാധ്യതയുണ്ട്, വായുവിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു അല്ലെ ജെന്യുവൻ മാനേജ്മെന്റ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു പ്രൊട്ടക്ട് ദ ഹെൽത്ത് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ ആൻഡ് എൻവയോൺമെന്റ്. അതായത് അവിടുത്തെ ഹെൽത്ത് വർക്കേഴ്സിനാണെങ്കിലും അവിടുത്തെ പേഷ്യൻസിനാണെങ്കിലും അല്ലെങ്കിൽ എൻവയോൺമെന്റിന് വേണ്ടിയിട്ടാണെങ്കിലും അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഈ ലീക്കേജ് വേസ്റ്റ് ഉണ്ടായിരിക്കണം. എന്താണ് ഇൻ ഹോസ്പിറ്റൽസ് leakage waste can cause a risk of infection to healthcare workers and patients as well as prospects for the spread of diseases. നമുക്കറിയാം ഇതുകൊണ്ട് എന്താണ് സാധാരണ സംഭവിക്കാൻ സാധ്യത എന്താണ്? ഈ വേസ്റ്റിൽ നിന്ന് എന്ത് സംഭവിക്കാനായിട്ടാ സാധ്യത വരിക? എന്താണ് വേസ്റ്റിൽ നിന്ന് സംഭവിക്കാനായിട്ട് സാധ്യത വരിക? വേസ്റ്റ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ എന്താ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞത്, ഇൻഫെക്ഷൻ വരാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ? അസുഖങ്ങൾ വരാനായിട്ടും സാധ്യതയുണ്ട്. അണുക്കൾ സ്പ്രെഡ് ചെയ്യാനും ഒപ്പം അതോടൊപ്പം തന്നെ അസുഖങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അത് തന്നെയാണ് അവിടെ പറയുന്നത്. ഇൻ ഹോസ്പിറ്റൽസ് ലീക്കേജ് വേസ്റ്റ് ക്യാൻ കോസ് എ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ടു ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് പേഷ്യൻസ് ആസ് വെൽ ആസ് ദ പ്രോസ്പെക്ട്സ് ഫോർ ദ സ്പ്രെഡ് ഓഫ് ഡിസീസസ്. അത് രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ അണുബാധ വരുമ്പോൾ അല്ലെ അണുക്കൾ പ്രസരിക്കുന്നത് കൊണ്ട് തന്നെ രോഗങ്ങൾ എല്ലാവർക്കും ബാധിക്കാനും സാധ്യതയുണ്ട്. Besides, dangerous leakage waste can threaten the environment if not managed in a proper manner. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ് അവിടെയുള്ള വർക്കേഴ്സിനും പേഷ്യൻസിനും മാത്രമല്ല അവർക്കും കൂടി എന്തിനും കൂടി ഭീഷണിയാണ്. ഇത് നമ്മുടെ എന്തിനേയും കൂടി ഭീഷണിയാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്പിരിറ്റ് വേസ്റ്റിന്റെ ഒരു പ്രത്യേകത കേട്ടിരുന്ന് കഴിഞ്ഞാൽ ബോറടിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് പ്രധാനമായിട്ടും അവിടെയുള്ള വർക്കേഴ്സിന് അല്ലെങ്കിൽ പേഷ്യൻസിനെ മാത്രമല്ല ബാധിക്കുന്നത്, പിന്നെ എന്തിനേയും കൂടി ബാധിക്കുന്നുണ്ട്, എൻവയോൺമെന്റിനെയും കൂടി ബാധിക്കുന്നുണ്ട് അല്ലെ? നമ്മുടെ പ്രകൃതിയെ കൂടി അത് ബാധിക്കുന്നുണ്ട്. കാരണം എന്താണ് പ്രകൃതിയിലും എന്തെങ്കിലും അല്ലെ സ്പ്രെഡ് ചെയ്തിട്ടും നമുക്കറിയാം ചില ഫാക്ടറികളുടെയൊക്കെ കുറച്ചും കൂടി കാലഘട്ടം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും എന്തുകൊണ്ടാണ് ഈ ഏരിയകളിലൊക്കെ ഈ അസുഖങ്ങൾ ധാരാളമായിട്ട് വരുന്നതെന്ന് ഗവേഷണം നടത്തി കഴിയുമ്പോഴൊക്കെ മനസ്സിലാക്കാം. എന്താണ് അത് ആ ഫാക്ടറികളുടെ എന്തെങ്കിലും
വേസ്റ്റിൽ നിന്ന് സംഭവിച്ചേക്കുന്നതാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ലീക്കേജിൽ നിന്ന് സംഭവിച്ചേക്കുന്നതാണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രധാനമായിട്ടും അല്ലെ അവർക്ക് ആ വേസ്റ്റുകള് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതാണ് ആ പോയിന്റ് എടുത്ത് പറയുന്നത്. ദിസ് ഡേഞ്ചറസ് ലീക്കേജ് വേസ്റ്റ് ക്യാൻ ത്രട്ടൻ അല്ലെ അപകടകരമാണ്, എന്തിനെ കൂടി, എൻവയൺമെന്റിനെ കൂടി അപകടകരമാണ്. ഇഫ് നോട്ട് മാനേജ്ഡ് ഇൻ എ പ്രോപ്പർ മാനർ, നല്ല രീതിയിൽ അത് ആ വേസ്റ്റ് മാനേജ് ചെയ്തില്ല എങ്കിൽ. Then to successfully manage leakage waste in hospitals, it is necessary to have a leakage response trained staff on leakage response procedures, use apt containment materials, and to properly discard the waste in accordance with the local regulations and the hospital policies. അതായത് നമ്മൾ നല്ലൊരു മാനേജ്മെന്റ് അല്ലെ, നല്ലൊരു മാനേജ്മെന്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും അവിടെ എന്താണ്, ഒരു ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഉണ്ടായിരിക്കണം അല്ലെ. അതാണ് അവിടെ എടുത്ത് പറയുന്നത്. ഇറ്റ് ഈസ് നെസസറി ടു ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഈസ് ഇൻ പ്ലേസ്, പ്രൊവൈഡ് ആൻ അപ്രോപ്രിയേറ്റ് എക്യുപ്മെന്റ് ഫോർ ലീക്കേജ് റെസ്പോൺസ്. ആ ലീക്കേജിനെയൊക്കെ അല്ലെ അത് തരണം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അപ്രോപ്രിയേറ്റ്, അതിന് അനുയോജ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താ പറയുന്നത്, ട്രെയിൻ സ്റ്റാഫ് ഓൺ ലീക്കേജ് റെസ്പോൺസ് പ്രൊസീജിയേഴ്സ്, അതായത് അത് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് ട്രെയിനിങ് അല്ലെ, അതിനെപ്പറ്റി ഈ ട്രെയിനിങ്ങുകളെല്ലാം മൊത്തം സ്റ്റാഫിൽ കൊടുത്തിരിക്കണം. യൂസ് ആപ്റ്റ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്, അതായത് നമുക്കറിയാം അതെല്ലാം അല്ലെ നല്ല കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യണം, കൃത്യമായ സൊല്യൂഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെയായിരിക്കണം അവിടെ ക്ലീൻ ചെയ്യേണ്ടത്. ആൻഡ് പ്രോപ്പർലി ഡിസ്കാർഡ് ദ വേസ്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോക്കൽ റെഗുലേഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ പോളിസീസ്. അതായത് വെറുതെ നമുക്കത് നിർമ്മാർജ്ജനം ചെയ്യാനൊന്നും സാധിക്കില്ല. ചില വേസ്റ്റുകളൊക്കെ ആണെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് എന്തൊക്കെയാണെന്നുള്ളത് അനുസരിച്ചിട്ട് തന്നെ അത് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് and properly discard the waste in accordance with the local regulations അല്ലെ, പ്രാദേശികമായിട്ടുള്ള എന്തൊക്കെ
ഹലോ, ചെറിയ നെറ്റ് ഇഷ്യൂ ആണ് കേട്ടോ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് സ്പിലേജ് വേസ്റ്റിന്റെ അത് കൈകാര്യം ചെയ്യേണ്ട രീതി അല്ലെ, അത് എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണമെന്നുള്ള കാര്യമാണ്. അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടും പറഞ്ഞു. അതായത് പ്രധാനമായിട്ടും അല്ലെ, അത് അവിടെയുള്ള എൻവയോൺമെന്റിനെയും ഒപ്പം തന്നെ എന്താണ് അവിടെയുള്ള പേഷ്യൻസിനെയും അവിടുത്തെ സ്റ്റാഫുകളെ എല്ലാവരെയും തന്നെ ബാധിക്കുന്നത് കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യമാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ ഒരു ക്വസ്റ്റ്യൻ ഇൻട്രൊഡക്ഷനിൽ കണ്ടത്. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അവിടെ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യണം. കാരണം നമ്മള് എന്തെങ്കിലും അല്ലെ ഈ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ എന്താണ് ലോക്കലിന്റെ റെഗുലേഷൻസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ അത് ഇടയ്ക്കൊക്കെ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കാം. ഇങ്ങനെയൊക്കെ ഡിസ്കറേജ് ചെയ്യലേ നമ്മളുടെ ആ ഒരു വേസ്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫോളോ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ലോക്കൽ ഗവൺമെന്റിന്റെ അത് ഓരോ പോയിന്റ്സിലും വരുന്നുണ്ട്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അത്. അപ്പോ നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കും, എന്തായാലും താഴേക്ക് വരുമ്പോൾ അത് കൂടുതലായിട്ട് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഞാൻ ഏതെങ്കിലും ഈ പോയിന്റ്സുകൾ ഉണ്ട്, അതായത് നമ്മളെ സ്പിലേജ് വേസ്റ്റ് ആരൊക്കെ എഫക്ട് ചെയ്യും എന്നുള്ളത് പ്രധാനമായിട്ടും പേഷ്യൻസിനെ അവിടെയുള്ള അല്ലെ ഹെൽത്ത് വർക്കേഴ്സിനെ പ്രകൃതിയെയും അല്ലെ എൻവയോൺമെന്റിനെയും എഫക്ട് ചെയ്യും എന്നുള്ള കാര്യം അതും നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, തന്നെ എന്താണ് നമുക്ക് അതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ളതാണ് റിസ്ക് ആൻഡ് ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് സ്പിലേജ് വേസ്റ്റ്. എന്താണ് ഹസാർഡ്സ് എന്ന് പറയുന്നത്? ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ അപകടങ്ങൾ അല്ലെ. ഈ ഒരു സ്പിലേജ് വേസ്റ്റിന്റെ റിസ്കുകളും അതിന്റെ അപകടങ്ങളുമാണ് അതിനെ ഡേഞ്ചറസ് ഇത് തന്നെയാണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ സാധാരണ നമുക്കറിയാം എന്താണ് ഈ ഒരു സ്പിലേജ് വേസ്റ്റ് ഹോസ്പിറ്റലിൽ ഉണ്ടാവുമ്പോൾ എന്തൊക്കെ അപകട സാധ്യതകളാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഫസ്റ്റ്ലി നിങ്ങൾ തന്നെ പറഞ്ഞതാണ് ഇൻഫെക്ഷൻ അല്ലെ, ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്. ആ ഒരു പോയിന്റ് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹിയർ ആർ സം ഓഫ് ദ റിസ്ക് ആൻഡ് ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് സ്പിലേജ് വേസ്റ്റ്. ഫസ്റ്റ് വൺ ഇൻഫെക്ഷൻ. എന്താണ് അതിൽ പറയുന്നത്? Leakage of blood and body fluids can spread transmittable diseases such as HIV, hepatitis B and C and other blood-borne pathogens. അതായത് നമുക്കറിയാം അല്ലെ, അത് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന സാംക്രമിക രോഗങ്ങൾ എന്ന് പറയില്ലേ. അപ്പൊ അത്തരത്തില് സ്പ്രെഡ് ചെയ്യാൻ പറ്റാവുന്ന രോഗങ്ങൾ വരാനായിട്ട് ഈ ഒരു ലീക്കേജ് കൊണ്ട് സാധ്യമാണ് അല്ലെ. ലീക്കേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, അതായത് ബ്ലഡിൽ നിന്നോ അതേമാതിരി തന്നെ ബോഡിയിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഫ്ലൂയിഡ്സ്, നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ആ ഫ്ലൂയിഡ്സിനെ കുറിച്ചിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഒരുപാട് ഫ്ലൂയിഡ്സുകൾ ഏതൊക്കെയാന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോകും. എന്താണ് ഫസ്റ്റ് ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഓരോന്നും നിങ്ങൾക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, സ്പിലേജ് വേസ്റ്റ് എന്താണ്, കെമിക്കൽ സ്പിലേജ് വേസ്റ്റ് എന്താണ്, അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിലെ വ്യത്യസ്ത ബോഡി ഫ്ലൂയിഡ്സുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് അല്ലെ. ബ്ലഡ്, യൂറിൻസ്, ഫീസസ്, സലൈവ, ടിയേഴ്സ്, അങ്ങനെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള ആ ഒരു ഫ്ലൂയിഡ്സിനെ കുറിച്ചിട്ടൊക്കെ അതിനെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ഏത് തരത്തിലും അണുക്കൾ നിറഞ്ഞ അല്ലെ എന്തിനെങ്കിലും അസുഖങ്ങൾ ബാധിക്കുമ്പോഴാണ് ട്രീറ്റ്മെന്റ് നമ്മൾ ഹോസ്പിറ്റലിൽ സമീപിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ ടെസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കളക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ലീക്ക് ഔട്ട് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ അണുക്കൾ ഉണ്ടാവാം. അപ്പൊ അതുവഴി എന്താണ് രോഗങ്ങൾ വരാനായിട്ട് സാധ്യത കൂടുതലാണ്. അത് തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഇൻഫെക്ഷൻ അല്ലെ, ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്. ലീക്കേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ക്യാൻ സ്പ്രെഡ് ട്രാൻസ്മിറ്റബിൾ എന്ന് പറയുമ്പോൾ പകർന്നു പോകും അല്ലെ, പടർന്ന് പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അസുഖങ്ങൾ വരാനായിട്ട്. അതിന് ഉദാഹരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. സച്ചാസ് HIV, ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് C അല്ലെ, ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ നമുക്കറിയാം. HIV ഒക്കെ അല്ലെ നമുക്ക് ബ്ലഡിൽ നിന്ന് പെട്ടെന്ന് പടർന്നു പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അസുഖങ്ങളാണ്. അപ്പൊ അവരുടെയൊക്കെ ബ്ലഡ് ഏതെങ്കിലും തരത്തില് ലീക്ക് ഔട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അല്ലെ ശരീരത്തിലെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അണുക്കളും അതോടൊപ്പം തന്നെ പോകും.
അപ്പോൾ സാധാരണ രീതിയിൽ രോഗങ്ങൾ പടർന്നു പിടിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. അതാണ് പറയുന്നത് such as HIV, hepatitis B and C and other blood-borne pathogens. അതായത് ബ്ലഡിലൂടെ പടർന്നു പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അല്ലെ രോഗാണുക്കൾ, പാത്തജൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡിലൂടെ പടർന്നു പിടിക്കാൻ പറ്റുന്ന രോഗാണുക്കൾ, അതുവഴി രോഗങ്ങൾ പടർന്നു പിടിക്കാനായിട്ട്, ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള അസുഖങ്ങൾ വരാനായിട്ട് സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് who engage with the polluted items are at risk of getting sick. അതായത് ഇത്തരത്തില് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഐറ്റംസുകൾ അല്ലെ നമ്മള് ഈ രോഗാണുക്കള് വഹിച്ചുകൊണ്ട് തന്നെയാണ് അവർ കൈകാര്യം ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള അല്ലെ റിസ്കുകൾ കൂടുതലാണ് അല്ലെ. ഇത് പടർന്നു പിടിക്കാനായിട്ടുള്ള റിസ്കുകൾ അത് പേഷ്യൻസിനാണെങ്കിലും അവിടെയുള്ള ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കാണെങ്കിലും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാനായിട്ട് സാധ്യത കൂടുതലാണ്. കാരണം അവരെ കൈകാര്യം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള അല്ലെ മലിനീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ അണുക്കൾ നിറഞ്ഞ കാര്യങ്ങളെ അവര് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. കെമിക്കൽ എക്സ്പോഷർ. എന്താണ് കെമിക്കൽ എക്സ്പോഷർ എന്ന് പറയുന്നത്? അത് ഒരു തരത്തിലുള്ള അല്ലെ കെമിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം രാസപദാർത്ഥങ്ങൾ അല്ലെ, അത് അത്തരത്തിലുള്ള ഇതുകൾ അപകടങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലീക്കേജ് ഓഫ് കെമിക്കൽസ് ക്യാൻ എക്സ്പോസ് ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് ടു ടോക്സിക് സബ്സ്റ്റൻസസ്. എന്താണ് ടോക്സിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്? വിഷാംശം അല്ലെ. ഓക്കെ ഗുഡ്. അപ്പൊ വിഷങ്ങൾ നിറഞ്ഞ ഘടകങ്ങളാണ് അല്ലെ കെമിക്കൽസില് വിഷപദാർത്ഥങ്ങൾ ഉണ്ടാവാനായിട്ട് അല്ലെ, അതിന്റെ ഒരു വിഷാംശങ്ങളൊക്കെ അതിൽ പെടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ചെറിയ രീതിയിൽ നമുക്കറിയാം ചില രോഗനിർണയങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ചെറിയ രീതിയിലുള്ള സ്പ്രെഡിങ് ആണ് സംഭവിക്കണമെങ്കിലും അതിലൂടെ വിഷപദാർത്ഥങ്ങൾ സ്പ്രെഡ് ചെയ്യാനും അസുഖങ്ങൾ വരാനും സാധ്യത കൂടുതലാണ്. which can lead to skin irritation, respiratory problems or other health issues. അതിലൂടെ വരാൻ പറ്റുന്ന സാധാരണ രീതിയിലുള്ള അസുഖങ്ങൾ ഏതൊക്കെയാണോ? നമ്മുടെ സ്കിൻ ഇറിറ്റേഷൻ അല്ലെ, നമ്മുടെ ശരീരത്തിന്റെ സ്കിൻ തൊലിയുമായി ബന്ധപ്പെട്ട ചൊറിച്ചിലോ എന്തെങ്കിലും അല്ലെങ്കിൽ വീർത്ത് ചുമന്ന് തുടുത്തു വരുന്ന അവസ്ഥകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. റെസ്പിറേറ്ററി പ്രോബ്ലംസ്, കെമിക്കൽസ് ഒക്കെ ശ്വസിക്കുമ്പോൾ നമുക്ക് എന്താണ് ശ്വാസതടസ്സങ്ങൾ അല്ലെ, പലതരത്തിലുള്ള ശ്വാസതടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്താണ് ചിലർക്കൊക്കെ വേറെ രീതിയിലായിരിക്കും അല്ലെ, ചിലർക്ക് തുമ്മലൊക്കെ ആണെങ്കിലും ചിലർക്ക് ചുമ എന്തെങ്കിലും ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ ഈ കെമിക്കൽസ് അല്ലെ ഏതെങ്കിലും രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്നത് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ 2 പോയിന്റ് കണ്ടു. ഫസ്റ്റ് വൺ ഇൻഫെക്ഷൻ, സെക്കൻഡ് വൺ പറയുന്നത് കെമിക്കൽ എക്സ്പോഷർ, തേർഡ് വൺ പറയുന്നു ഇഞ്ചുറി. നോക്കാം. ലീക്കേജ് ഓഫ് ഷാർപ്സ് ക്യാൻ endanger both the healthcare staff and patients, increasing the risk of puncture wounds and possibility of blood-borne pathogens. അതായത് ഇഞ്ചുറി എന്ന് പറയുമ്പോൾ അറിയാം അല്ലെ, മുറിവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം എന്തുകൊണ്ടാണ് മുറിവുകൾ വരിക? എന്തെങ്കിലും കൂർത്ത വസ്തുക്കൾ അത് അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാവാം അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഇതില് നമ്മൾ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ ഡ്രസ്സിങ്ങിനോ ഓപ്പറേഷൻ തിയേറ്ററിലോ മറ്റ് ഏത് പ്രവർത്തനത്തിലും ചെറിയ ചെറിയ രീതിയിലുള്ള മൂർച്ചയുള്ള എന്തെങ്കിലും ഉപയോഗിക്കും അല്ലെ, എക്യുപ്മെന്റ്സുകളൊക്കെ ഉപയോഗിക്കും. ചിലപ്പോൾ പെൻ പോലെയുള്ള കത്തികളോ അല്ലെങ്കിൽ കത്രികകളോ അങ്ങനെ എന്തെങ്കിലും സിസേഴ്സും എന്താണെങ്കിലും അത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ് അതിലും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനനുസൃതമായിട്ട് തന്നെ അണുക്കൾ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഈ അണുക്കൾ എന്താണ് പെട്ടെന്ന് നമ്മുടെ അലക്ഷ്യമായിട്ട് ചിലപ്പോ കറക്റ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ തന്നെ നിക്ഷേപിച്ചില്ല എങ്കിൽ അത് എവിടെയെങ്കിലും താഴേക്കോ ചെയ്തുകൊണ്ടിരിക്കാതെ താഴേക്കൊക്കെ വീണ് കഴിഞ്ഞാൽ എന്താണ് അതുമ്മ ഈ അണുക്കൾ ഉണ്ടാവും. ഓൾറെഡി അത് വീഴുന്ന പ്ലേസിലും ഈ അണുക്കൾ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട് ഇല്ലേ? ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഓക്കെ, അപ്പൊ അത് തന്നെയാണ്. അതപ്പോ പിന്നെ അത് അല്ലെ, അത് ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ മറ്റുള്ള വ്യക്തികളുടെ മേത്ത് സ്പർശിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും അവിടെ ഒരു മുറിവൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിലൂടെ അണുക്കൾ പെട്ടെന്ന് ആ വ്യക്തിക്കൊക്കെ പടർന്നു കയറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇഞ്ചുറി അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ലീക്കേജുകൾ അല്ലെ, ലീക്കേജ് ഓഫ് ഷാർപ്സ് ക്യാൻ എൻഡേഞ്ചർ ബോത്ത് ദ ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ്. ഇരു കൂട്ടർക്കും അത് ഡേഞ്ചർ തന്നെയാണ്.
increasing the risk of a puncture wounds and the possibility of blood-borne pathogens. അതായത് ഇങ്ങനെ ഉള്ള ഏതെങ്കിലുമൊക്കെ മുറിവുകളിലൂടെ ഇത്തരത്തിലുള്ള ഷാർപ്പ് വസ്തുക്കൾ എങ്ങാനും ടച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അണുക്കളെ പറ്റിപ്പിടിച്ച ഈ വസ്തുക്കൾ അല്ലെ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ ടച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ അണുക്കള് അവരിലേക്ക് പടർന്നു കയറാനായിട്ടും അതുമൂലം അസുഖങ്ങൾ വരാനായിട്ടും സാധ്യതയുണ്ട്. നെക്സ്റ്റ് പറയുന്നത് റേഡിയേഷൻ എക്സ്പോഷർ. റേഡിയേഷൻ എപ്പോഴാണ് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരാറ്? ഹോസ്പിറ്റലിൽ റേഡിയേഷൻ നടത്താറുണ്ട് അല്ലേ? എത്തരത്തിലുള്ള പേഷ്യൻസിനാണ് റേഡിയേഷൻ? ഓക്കെ ഉണ്ട്. എത്തരത്തിലുള്ള പേഷ്യൻസിനാണ്? ക്യാൻസർ പേഷ്യൻസിനൊക്കെ റേഡിയേഷൻ കൊടുക്കാറുണ്ട് അല്ലെ? അപ്പൊ അതും നമുക്കറിയാം, അത് കെമിക്കൽ ആണ് അല്ലെ? ഇത് ഭയങ്കര ഇച്ചിരി ഡേഞ്ചറസ് കൂടുതലാണ്. ചെറിയ രീതിയിലുള്ള ലീക്കേജ് സംഭവിച്ചാൽ കൂടി എന്താണ് അത് രോഗികളിലെ അല്ലെ ആ വ്യക്തി പേഷ്യൻസിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാഫിനാണെങ്കിലും അത് അപകടം തന്നെയാണ്. അതിലൂടെ അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലീക്കേജ് ഓഫ് റേഡിയോആക്റ്റീവ് മെറ്റീരിയൽസ് ക്യാൻ എക്സ്പോഷർ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് പേഷ്യൻസ് ടു അയണൈസിംഗ് റേഡിയേഷൻ which can cause the radiation illness, cancer or other health issues. അപ്പൊ ഇവര് അല്ലെ ഈ ഒരു കിരണങ്ങൾ അതിന്റെ എന്തെങ്കിലും ഒരു ചെറിയ കിരണങ്ങളൊക്കെ ശരീരത്തിലേക്ക് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതുമൂലം റേഡിയേഷൻ ആയിട്ടുള്ള ഇൽനെസ്സുകൾ അല്ലെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്താ പറയാ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരാനായിട്ട് സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ പല വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ സ്പില്ലേജ് വേസ്റ്റിൽ വരുമ്പോൾ ഇൻഫെക്ഷൻ വരാം, കെമിക്കൽ എക്സ്പോഷർ കൊണ്ട് വരാം, ഇഞ്ചുറി വരാം, അതേമാതിരി തന്നെ റേഡിയേഷൻ എക്സ്പോഷർ അല്ലെ? കെമിക്കലും റേഡിയേഷനൊക്കെ നമുക്ക് അറിയാം, അത് അല്ലെ കറക്റ്റ് ആയിട്ടുള്ള ചെറിയ സംഭവങ്ങളായിരിക്കാം, ഒരിക്കലും അതിലൂടെ അസുഖങ്ങൾ വരാനായിട്ട് സാധ്യത കൂടുതലാണ്. എന്താണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ നോക്കാം. എൻവയോൺമെന്റൽ പൊല്യൂഷനിൽ എന്താ പറയുന്നത്? Leakage of dangerous materials can contaminate the environment, including soil, water and air. നമുക്കറിയാം എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അല്ലെ നമുക്ക് അതിൽ മോസ്റ്റ് ആയിട്ടും അല്ലെ നമ്മുടെ വെള്ളവും അതേമാതിരി തന്നെ മണ്ണും വായുവും അല്ലെ അതിലേക്കൊക്കെ ഏതെങ്കിലും രീതിയിൽ മലിനീകൃതമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രകൃതിയെ സ്വാധീനിക്കും അല്ലെ? This pollution can cause a long-term result on human health and environment. അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അതെല്ലാം കൂടി അടിഞ്ഞുകൂടി അവിടെ കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മണ്ണിലൂടെ അല്ലെ അത് ലയിച്ച് അത് വെള്ളത്തിലൂടെയും അതേമാതിരി വായുവിലൂടെയൊക്കെ പോകാനായിട്ട് ഇപ്പൊ കെമിക്കൽസ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം അത് പെട്ടെന്ന് തന്നെ വായുവിലേക്ക് പെട്ടെന്ന് ബാധിക്കും അല്ലെ? അത് അങ്ങനെ വരുമ്പോഴെന്താണ് ആ ഒരു ചുറ്റുവട്ടത്തുള്ള വ്യക്തികൾക്കും അതേമാതിരി തന്നെ പേഷ്യൻസിനും ഹെൽത്ത് കെയർ സ്റ്റാഫിനെല്ലാം തന്നെ അത് ബാധിക്കും. അപ്പൊ അത് തന്നെ ഇവിടെ പറയുന്നത് ദിസ് പൊല്യൂഷൻ ക്യാൻ കോസ് ലോങ് ടേം റിസൾട്ട് ഓൺ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ്. ചിലപ്പോ അപ്പൊ തന്നെ അതിന്റെ റിസൾട്ടുകൾ അല്ലെ അതിന്റെ ഒരു ഭവിഷ്യത്തുകൾ നമ്മൾ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. നമുക്കറിയാം അല്ലെ ചിലപ്പോൾ ഫാക്ടറികളുടെയും ഇൻഡസ്ട്രികളുടെ ഒക്കെ എന്തെങ്കിലും അല്ലെ വിഷവാതകം ഒക്കെ ശ്വസിച്ചിട്ട് അവിടെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുറച്ചു കാലങ്ങൾക്ക് കഴിഞ്ഞിട്ടായിരിക്കും ഇത് മനസ്സിലാവുന്നത് അല്ലെ? എൻഡോസൾഫാൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞത് പ്രകൃതിയിലേക്ക് അത് ലയിക്കുന്നത് കൊണ്ടാണ് അല്ലെ? അത് ഏത് വേസ്റ്റിന്റെ ആണെങ്കിലും ഇപ്പൊ ഹോസ്പിറ്റലിന്റെ വേസ്റ്റ് ആണെങ്കിലും അത് പ്രകൃതിയിലേക്ക് അതിന്റെ വേസ്റ്റിന്റെ കിരണങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള വർക്കേഴ്സിന് അല്ലെ അതേമാതിരി തന്നെ ആ ഭാഗത്ത് താമസിക്കുന്നവർക്കെല്ലാം തന്നെ അത് ഡേഞ്ചറസ് ആണ്. അത് എൻവയോൺമെന്റിനെ ബാധിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതും എന്താണ് ഒരു തരത്തിൽ പറഞ്ഞ റിസ്ക് തന്നെയാണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇതെന്താ പറയുന്നത്? ഇൻഅപ്രോപ്രിയേറ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ലീക്കേജ് വേസ്റ്റ് മേ കോസ് ഇൻ ദ ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ ലയബിലിറ്റി ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അതിന്റെ മറ്റൊരു അപകടാവസ്ഥ പറയുന്നത് നല്ലൊരു മാനേജ്മെന്റ് സിസ്റ്റം അല്ല എങ്കിൽ തീർച്ചയായിട്ടും അല്ലെ നമുക്കറിയാം ഏത് ആൾക്കാർ ഇപ്പൊ ചിലപ്പോഴെങ്കിലും സമരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും മുന്നിട്ട് വരിക അല്ലെ രംഗത്തേക്ക് പബ്ലിക് വരിക. അതല്ലെങ്കിൽ നമുക്കറിയാം കേസും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും മുന്നിട്ട് വരിക. അപ്പൊ അവരുമായിട്ട് നമ്മളൊരു അല്ലെ ഒരു ലയബിലിറ്റി ഒരു ഫിനാൻഷ്യൽ ലയബിലിറ്റി ചിലപ്പോ നമ്മളൊരു കടബാധ്യത പറഞ്ഞു തീർക്കേണ്ടതൊക്കെ ആയിട്ട് വരും. ഹോസ്പിറ്റലിന്റെ ഇഷ്യൂ കൊണ്ട് പ്രോബ്ലം കൊണ്ടാണ് ഒരു നല്ലൊരു മാനേജ്മെന്റ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ പേയ്മെന്റ് ഒക്കെ ലയബിലിറ്റി ആയിട്ട് തന്നെ അവർക്ക് അല്ലെ അടച്ചു തീർക്കേണ്ടതൊക്കെ ആയിട്ട് വരും. ഇൻഅപ്രോപ്രിയേറ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ലീക്കേജ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? നല്ല രീതിയിലെല്ലാം ഈ വേസ്റ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അല്ലെ അത് നിർമ്മാർജ്ജനം ചെയ്തിരിക്കുന്നത്
കറക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ല എങ്കിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പം പബ്ലിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടീസ് ഒക്കെ എന്തെങ്കിലും കോടതിയൊക്കെ സമീപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിയമ നടപടികൾക്ക് വിധേയമായിട്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റി അല്ലെ കടബാധ്യതകളൊക്കെ ഉണ്ടാവും. അത് പറഞ്ഞു തീർക്കുകയും ഒത്തുതീർപ്പൊക്കെ ഉണ്ടാക്കേണ്ടതായിട്ടും ഉണ്ടാവും. അതാണ് ഉദ്ദേശിക്കുന്നത്. Appropriate handling and disposal of leakage waste may cause legal and financial liability for hospitals and healthcare organization. Okay, just വായിച്ചു നോക്കാം. ചില പോയിന്റ്സിൽ എന്തൊക്കെയാണ് അല്ലെ റേഡിയേറ്റീവ് എക്സ്പോഷറിന് കാരണമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളത് നോക്കാം. അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് പോവുക. അതായത് നമുക്കറിയാം ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ അല്ലെ, അതല്ലെങ്കിൽ എന്താണ് കെമിക്കൽ ഒക്കെ ആണെങ്കിൽ റെസ്പിറേറ്ററി പ്രോബ്ലം അല്ലെ, നമുക്ക് ശ്വാസതടസ്സം പോലെയുള്ള പ്രോബ്ലംസ്, അല്ലെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻ പോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും. then എന്താണ് ട്രാൻസ്മിറ്റബിൾ അസുഖങ്ങൾ അല്ലെ, അതിനുള്ള എക്സാമ്പിൾസ് എങ്ങാനും ഒരു അല്ലെ മോക്ക് ടെസ്റ്റ് ഞാൻ എന്തായാലും ഉൾപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യുക. എന്താണ് എന്തൊക്കെയാണ് ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് എന്ന് പറയുന്നത്? HIV അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി ഇതുപോലെയുള്ള അസുഖങ്ങളെല്ലാം എന്താണ് ട്രാൻസ്മിറ്റബിൾ അസുഖങ്ങളിൽ പെടാവുന്നതാണ്. അതുമാതിരി തന്നെ ഇത്തരത്തിലുള്ള റിസ്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കുകയാണെങ്കിലും ഇൻഫെക്ഷൻ, കെമിക്കൽ എക്സ്പോഷർ, ഇഞ്ചുറി അല്ലെ, ഇതെല്ലാം നിലപ്പെടുന്നതാണ്. കണ്ടിന്യൂ ചെയ്യാമോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. അതായത് ഉറവിടങ്ങൾ അല്ലെ, നമ്മളുടെ ഇത് വരാനായിട്ട് ഈ ലീക്കേജ് വേസ്റ്റ് വരാനുള്ള സാധ്യതകൾ ഉറവിടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. Leakage waste can come from several sources in hospitals. There are some examples of a possible source of leakage waste in hospital. എന്തൊക്കെ രീതിയിൽ ലീക്കേജ് വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ മെമ്മറിയിൽ നിന്നൊന്ന് പറയാമോ? എന്തൊക്കെ രീതിയിൽ? ഞാനിപ്പോ സ്പില്ലേജ് വേസ്റ്റ് എന്താന്നുള്ള കാര്യം മനസ്സിലാക്കി തന്നു. പിന്നെ അത് അല്ലെ, അത് ഏത് രീതിയിലാണ് ലീക്ക് ഔട്ടൊക്കെ സംഭവിക്കണെന്നൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം അല്ലെ. അപ്പൊ ഏതൊക്കെ പ്ലേസുകളിൽ ഇങ്ങനെ ഒരു സ്പില്ലേജ് വേസ്റ്റ് സാധ്യതയുണ്ട്, ഏതൊക്കെ ഉറവിടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? ഓക്കെ, ലബോറട്ടറിയിൽ നമുക്ക് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ലീക്കേജ് വരുന്നു. അതേമാതിരി ലോക്കൽ ലാബില്. നെക്സ്റ്റ് വേറെ എന്തെങ്കിലും ലേബർ റൂമില് ഒക്കെ അവിടെ ഉണ്ടാവാം. ഡിസ്പോസൽ നമ്മളങ്ങനെ ഇതെല്ലാം വേസ്റ്റ് ഒക്കെ മാർജനം ചെയ്യുമ്പോഴുണ്ടാവാം. ഓപ്പറേഷൻ തിയേറ്ററിൽ ഇത്തരത്തിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളെല്ലാം അലക്ഷ്യമായിട്ടൊക്കെ ആണെങ്കിൽ അതുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഓപ്പറേഷന്റെ സമയത്ത് കളക്ട് ചെയ്ത് സംഭവങ്ങളൊക്കെ നീക്കം ചെയ്യുമ്പോഴൊക്കെ ധാരാളം വേസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾ ആ ഒരു പോയിന്റ്സുകളൊക്കെ നമുക്ക് ഉള്ളിൽ വെക്കാം. അത് തന്നെ ഇതിലേക്ക് നോക്കാം, വൺ ബൈ വൺ ആയിട്ട് നോക്കാം. മെഡിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെ, മെഡിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ. ഡ്യൂറിങ് സർജറീസ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ആൻഡ് ഡയാലിസിസ്, there is a risk of leakage of blood and body fluids. പറഞ്ഞ മാതിരി തന്നെ അല്ലെ, നമ്മൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഘടകങ്ങളിൽ പ്രധാനമായിട്ടും സർജറി ഒക്കെ നടത്തുമ്പോൾ നമുക്കറിയാം അത് ഓപ്പൺ സർജറി ഒക്കെ ആവുമ്പോൾ തീർച്ചയായിട്ടും അത് മൊത്തത്തിൽ ഓപ്പൺ ചെയ്തിട്ടൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതുമൂലം എന്താണ് എല്ലാ സംഭവങ്ങളും അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് വഴിയാണ് ഇത് ചെയ്യാം. അതേമാതിരി തന്നെ അവിടുന്ന് നീക്കം ചെയ്യുന്ന പാർട്സുകൾ അല്ലെ, അവിടെ എന്തെങ്കിലും ബ്ലഡിന്റെയോ ഫ്ലൂയിഡ്സിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്സുകളൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ സ്പ്രെഡ് ചെയ്യാനൊക്കെ അല്ലെ, ഏതെങ്കിലും രീതിയിൽ ലീക്കേജ് സംഭവിച്ചത് ടാപ്പ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ അതിലെ പറ്റി പിടിച്ചിരിക്കുന്ന അല്ലെ, നേരത്തെ പറഞ്ഞ എക്യുപ്മെന്റ്സിലെ പറ്റി പിടിച്ചിരിക്കുന്ന വേസ്റ്റുകളെല്ലാം അത് കൃത്യമായിട്ടുള്ള സ്ഥലത്തെല്ലാം ഡിസ്പോസ് ചെയ്യണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ, അതല്ലെങ്കിൽ മൊത്തം നമ്മള് വേസ്റ്റ് അല്ലെ പിന്നിലൊക്കെ നിക്ഷേപിച്ചിട്ട് അത് വീണ്ടും അല്ലെ അത് നിർമ്മാർജ്ജനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുമ്പോഴൊക്കെ ലീക്കേജ് വരാനായിട്ട് സാധ്യതയുണ്ട്.
അതേമാതിരി തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ആൻഡ് ഡയാലിസിസ്. അതായത് നമ്മൾ അല്ലെ ബ്ലഡ് ഒക്കെ മാറ്റി കയറ്റി അല്ലെ അവർക്ക് കിഡ്നി പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഡയാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അവർക്ക് ബ്ലഡ് കയറ്റിയും ഇറക്കിയൊക്കെ അല്ലെ അത് കൃത്യമായിട്ട് ചെയ്യുമ്പോഴും ചെറിയ രീതിയിലുള്ള തന്നെ എന്താണ് ലീക്ക് ഔട്ട് വരാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. എന്താണ് അപ്പൊ മറ്റേത് രീതിയിലും ഏത് മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ സംഭവത്തിലാണെങ്കിലും നമുക്കറിയാം ലീക്കേജ് വരാൻ സാധ്യതയുണ്ട് അല്ലെ. ഏത് ഇതാണെങ്കിലും ചിലപ്പോ നമ്മള് എന്തെങ്കിലും അല്ലെ നമ്മള് വൈയായികയൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ചതവൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാലും അത് എന്താണ് നമ്മളെ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഏതെങ്കിലും രീതിയിലൊക്കെ ലീക്ക് ഔട്ട് ഒക്കെ വരാം അല്ലെ. ഏത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടും മെഡിക്കൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടും ഈ സ്പില്ലേജ് വേസ്റ്റ് വരാനായിട്ട് സാധ്യതയുണ്ട്. ലബോറട്ടറി ടെസ്റ്റിങ് നമുക്കറിയാം ലബോറട്ടറിയിൽ എന്താ നടക്കണേന്നുള്ളത് അല്ലെ. അവിടെ ടെസ്റ്റിങ്ങും കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പൊ എന്തിന്റെയും അല്ലെ ഒരു കളക്ഷൻ ഉണ്ടാവും. ആ കളക്ഷൻ എന്താണ് ഏത് രീതിയിലാണോ അത് ടെസ്റ്റ് ചെയ്ത് രോഗനിർണയം അല്ലെ ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് എന്താണോ ഉപയോഗിച്ച് രോഗനിർണയം നടത്തുന്നത് ആ ഘട്ടങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും ലീക്ക് ഔട്ട് സംഭവിക്കാം. ഹോസ്പിറ്റൽസ് ക്യാരി ഔട്ട് ഡിഫറെന്റ് ലബോറട്ടറി ടെസ്റ്റ് ഓൺ ബ്ലഡ് യൂറിൻ ആൻഡ് അതർ ബോഡി ഫ്ലൂയിഡ്സ്. അതായത് വ്യത്യസ്ത കാര്യങ്ങൾ അല്ലെ. നമ്മളെ ബ്ലഡ് മാത്രമല്ല ടെസ്റ്റ് കൊണ്ടുപോകുന്നത്. എന്താണ് മറ്റേതെങ്കിലും യൂറിൻ ആണെങ്കിലും മറ്റേത് അല്ലെ ശരീരത്തിന്റെ ഏത് ദ്രവണം വേണമെങ്കിലും ടെസ്റ്റിന് വിധേയമാക്കാം. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ രീതിയിൽ അല്ലെ അത് ചെയ്യുന്ന മാത്രയിലും എന്താണ് ലീക്ക് ഔട്ടുകൾ സംഭവിക്കാം. എന്താണ് ദിസ് ടെസ്റ്റ് ക്യാൻ കൺസിസ്റ്റ് ഓഫ് ദ യൂസ് ഓഫ് കെമിക്കൽസ് റീജൻസ് ആൻഡ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെ നമ്മളിപ്പോ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് രോഗനിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽസ് അല്ലെ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാനായിട്ടോ അത് എന്താണെന്ന് പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏത് ഘടകങ്ങളും എന്താണ് ചെറിയ രീതിയിൽ ലീക്ക് ഔട്ട് സംഭവിച്ചാലും അത് ഡേഞ്ചറസ് തന്നെയാണ്. നമ്മൾ അതായത് ടെസ്റ്റിന് വിധേയമാക്കുന്ന വസ്തുക്കൾ ബ്ലഡും അതേമാതിരി തന്നെ ഫ്ലൂയിഡ്സുകളും അതിന്റെ ലീക്ക് ഔട്ടും വേസ്റ്റ് തന്നെയാണോ അതോടൊപ്പം തന്നെ രോഗനിർണയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഘടകങ്ങളായ കെമിക്കൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും റീജൻസ് അല്ലെ നമ്മളെ റിയാക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏത് മെറ്റീരിയൽസിന്റെയും ചെറിയ ലീക്ക് ഔട്ടും എന്ത് തന്നെയാണ് അതും ഡേഞ്ചറസ് തന്നെയാണ്. നെക്സ്റ്റ് പേഷ്യന്റ് കെയർ. അതായത് പേഷ്യന്റ് കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റിന്റെ മാത്രമല്ല അല്ലെ. ഹോസ്പിറ്റലിൽ നമ്മൾ നോക്കുമ്പോൾ ഇൻ ദ കോഴ്സ് ഓഫ് പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസ് സച്ച് ആസ് changing bed linens, cleaning bed pans or helping with the personal cleanliness, there is a risk of a leakage of blood, body fluids and other materials. അതായത് നമ്മളിപ്പോ ഒരു കിടന്ന് ചികിത്സിക്കുന്ന ഒരു പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ അല്ലെ അവർക്ക് സ്വമേധയ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അവരെ ക്ലീൻ ചെയ്യുന്ന നടപടികളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബെഡ് പാൻ ഉപയോഗിച്ച് എന്താ പറയാ നമ്മുടെ യൂറിൻ ഒക്കെ കളക്ട് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ തന്നെ എന്താണ് ചെറിയ രീതിയിലൊക്കെ ലീക്ക് ഔട്ടുകൾ സംഭവിക്കാം അല്ലെ. സാധ്യതകളുണ്ട് അല്ലെ. ഈ രീതിയിലൊക്കെ വേസ്റ്റ് വരാനായിട്ട് ഒരു സ്പ്രെഡിങ് അല്ലെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലീക്കേജ് സംഭവിക്കുകയാണെങ്കിൽ അണുക്കൾ നിറഞ്ഞതാണ് എങ്കിൽ തീർച്ചയായിട്ടും അതുമൂലം അണുക്കൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ പേഷ്യന്റ് കെയർ നോക്കാം. ഇൻ ദ കോഴ്സ് ഓഫ് പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസ് സച്ച് ആസ് ചേഞ്ചിങ് ബെഡ് ലിനൻസ് അല്ലെ നമ്മുടെ ബെഡ് വൃത്തിയാക്കാനായിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ക്ലിയറിംഗ് ബെഡ് പാൻസ് യൂറിനൊക്കെ കളക്ട് ചെയ്യുന്ന ബെഡ് പാൻസ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഓർ ഹെൽപ്പിംഗ് വിത്ത് പേഴ്സണൽ ക്ലീനൻസ് അവർ തുടച്ച് വൃത്തിയാക്കുമ്പോഴോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിലൊക്കെ ചെറിയ രീതിയിലുള്ള എന്താണ് ഇത്തരത്തിലുള്ള ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. നെക്സ്റ്റ് എന്താ പറയുന്നത് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. അതായത് നമുക്ക് ഇതേമാതിരി അല്ലെ മെഡിക്കൽ വേസ്റ്റുകളും കൈകാര്യം ചെയ്യുന്നത് ഹോസ്പിറ്റൽസ് ക്രിയേറ്റ് മെനി മെഡിക്കൽ വേസ്റ്റ് വിച്ച് ക്യാൻ കൺസിസ്റ്റ് ഓഫ് ഷാർപ്സ് കണ്ടാമിനേറ്റഡ് ഡ്രസ്സിങ്സ് ആൻഡ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെ അത് പ്രൊസീജിയർ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പെൻ പോലെയുള്ള കത്തികളോ സുതിരിച്ചുകളോ അല്ലെങ്കിൽ അല്ലെ സിസേഴ്സ് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളെല്ലാം അത് ഷാർപ്പ് വസ്തുക്കളാണെങ്കിൽ കൂടി അത് നല്ല രീതിയിലല്ല അത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അല്ലെ കൃത്യമായിട്ട് തന്നെയുള്ള കണ്ടെയ്നേഴ്സിൽ നിക്ഷേപിച്ച് അത് വേറെ രീതിയിലും എവിടെയും വെക്കാതെ അല്ലെ അതൊക്കെ കൃത്യമായിട്ടാണ് കൈകാര്യം ചെയ്യണമെങ്കിൽ ഓക്കെ. അതല്ലാത്ത പക്ഷം എന്താണ് ഈ ലീക്കേജുകൾ വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം അതേമാതിരി തന്നെ കണ്ടാമിനേറ്റഡ് ഡ്രസ്സിങ് അല്ലെ എന്ന് വെച്ചാൽ നമ്മള് എന്തെങ്കിലും അല്ലെ നമ്മൾ പഴുപ്പൊക്കെ നിറഞ്ഞ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്തും എന്താണ് ലീക്ക് ഔട്ട് സംഭവിക്കാം.
and other dangerous materials. മറ്റേതെങ്കിലും രീതിയിലും ഇത്തരത്തിലുള്ള അല്ലെ നമ്മള് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത് ഏതൊക്കെ രീതിയിലും സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ടോ, ചെറിയ രീതിയിലുള്ള ലീക്ക് ഔട്ടിനാണെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതെല്ലാം തന്നെ എന്താണ് ഒരു ശ്രദ്ധയോട് കൂടിയിട്ടുള്ള കൈകാര്യം ചെയ്യണമെങ്കിൽ അതൊരു പ്രോപ്പർ മാനേജ്മെന്റ് സിസ്റ്റം അല്ലാതെ മാറും. then എന്താണ് പറയുന്നത്, ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ് ക്യാൻ കോസ് ലീക്കേജ്. അതേമാതിരി തന്നെ നമ്മളിപ്പോ കളക്ട് ചെയ്ത് കണ്ടെയ്നേഴ്സിലൊക്കെ നിക്ഷേപിച്ച് വെച്ചിരിക്കുന്നതും നല്ല രീതിയിലെല്ലാം ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അല്ലെ മൊത്തമായിട്ട് തന്നെ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് നശിപ്പിച്ച് കളയാനായിട്ട് കൊണ്ടുപോകുമ്പോഴും അത് നല്ല രീതിയിലെല്ലാം കൊണ്ടുപോകണമെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ലീക്ക് ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്പില്ലേജ് സംഭവിക്കാൻ അതായത് ഓവർഫ്ലോ വന്ന് തുളുമ്പി പോവുകയാണെങ്കിലും അത് ലീക്കേജിന് അതായത് ഇത്തരത്തിലുള്ള ഒരു സ്പില്ലേജിന് സാധ്യതയുണ്ട്. എന്താണ് മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്. നമ്മൾ പറഞ്ഞ മാതിരി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എക്യുപ്മെന്റ് നമ്മളിപ്പോ ഹോസ്പിറ്റലിലെ മിക്ക ട്രീറ്റ്മെന്റുകളിലും എക്യുപ്മെന്റ്സും കൊണ്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ഈ എക്യുപ്മെന്റ്സ് എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ റിപ്പയർമെന്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് വരും. അപ്പൊ തീർച്ചയായിട്ടും അതും റിപ്പയർ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന വസ്തുക്കൾ അല്ലെ അണുക്കളെല്ലാം പലതരത്തിലും ലീക്കേജുകളാണ്, അതായത് ചെറിയ ചെറിയ രീതിയിൽ സ്പ്രെഡ് ചെയ്ത് പോകാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. നോക്കാം, ഹോസ്പിറ്റൽസ് യൂസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കോംപ്ലക്സ് മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഡിവൈസസ് വിച്ച് നീഡ് റെഗുലർ മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ. ചില മെഷീൻസുകളൊക്കെ റെഗുലർ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത്, അതായത് എന്നും എന്താണ് അത് ക്ലിയർ ഔട്ട് ചെയ്ത് തന്നെ ചില മെഷീൻ അല്ലെ വലിച്ചെടുക്കുന്ന ഇതുകളൊക്കെ ഉണ്ടാവും. അതായത് നമ്മുടെ ഇതുകള് അല്ലെ ഫ്ലൂയിഡ്സുകളെല്ലാം വലിച്ചെടുക്കുന്ന മെഷീൻസുകളൊക്കെ ചില മിക്കപ്പോഴും അത് എപ്പോഴും എന്താണ് ക്ലിയർ ഔട്ട് ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ അതുമൊക്കെ എന്താണ് അണുക്കളെ പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അത് റിപ്പയർ ചെയ്യുമ്പോഴും അത് നല്ല രീതിയിലല്ല കൈകാര്യം ചെയ്യണമെങ്കിൽ ഈ അണുക്കളൊക്കെ സ്പ്രെഡ് ആവാനായിട്ട് സാധ്യതയുണ്ട്. The use of dangerous materials in these activities can cause leakage. ഈ ഒരു നല്ല രീതിയിലല്ല ഇതിന്റെ കൈകാര്യം ചെയ്യണമെങ്കിൽ അല്ലെ the use of dangerous materials in these activities ഈ ഒരു പ്രവർത്തനത്തില് നല്ല രീതിയിലല്ല അത് കൈകാര്യം ചെയ്യണമെങ്കിൽ അതൊരു ലീക്കേജിന് സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് നോക്കാം, സ്പിൽ ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേകത കണ്ടോ? ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? മാറ്റാൻ. ഓക്കെ, നമ്മളിപ്പോ മൊത്തമായിട്ട് ഈ വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്തല്ലേ ഹോസ്പിറ്റലിന്റെ ഓരോരോ വ്യത്യസ്ത ബിന്നുകളിലൊക്കെ വേണ്ടി സൂക്ഷിച്ച് വെച്ചു. പിന്നെ അത് മൊത്തത്തിൽ കളക്ട് ചെയ്തിട്ടൊക്കെയാണ് കൊണ്ടുപോകുക അല്ലെ, വണ്ടികളിലൊക്കെ വന്നിട്ടാണ് അത് കളക്ട് ചെയ്ത് കൊണ്ടുപോകുക. ഇങ്ങനെ ഇത് ലീക്കേജുകൾ അത് മൊത്തമായിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ലീക്ക് ഔട്ടുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ടിംഗ് മെഡിക്കൽ വേസ്റ്റ്, ലബോറട്ടറി സാമ്പിൾസ് ആൻഡ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ് വിത്ത് ദ ഹോസ്പിറ്റൽ ഓർ ടു ആൻ ഓഫ് സൈറ്റ് ഫെസിലിറ്റി there is a risk of leakage. അതായത് പുറത്തും അല്ലെ നമ്മളിപ്പോ കൊണ്ടുപോകുന്ന പ്ലേസിലേക്ക് കൊണ്ടുപോയി അവിടെ വന്ന് നശിപ്പിച്ച് കളയുന്ന അത്രയും പ്ലേസിലേക്കും ലീക്കേജ് വരാനായിട്ടുള്ള സാധ്യതകളുള്ള പ്ലേസുകൾ തന്നെയാണ്. ഇപ്പൊ ലബോറട്ടറിന്ന് നമ്മൾ ചില ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ പുറത്തേക്ക് ചിലപ്പോൾ ഔട്ട്സൈഡിലേക്ക് കൊണ്ടുപോകേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ അത് അവിടെ കൊണ്ടുപോയി എത്തിച്ച് അത് റിസൾട്ട് എത്തുന്നത് വരേക്കും എന്തെങ്കിലും ലീക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അണുക്കൾ നിറഞ്ഞതാണെങ്കിൽ അതൊരു സ്പില്ലേജ് വേസ്റ്റ് തന്നെയാണ് അല്ലെ. അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ട്രാൻസ്പോർട്ടേഷൻ വഴി, അതായത് നമ്മളിപ്പോ മൊത്തത്തിൽ കളക്ട് ചെയ്ത് മൊത്തത്തിൽ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള പ്ലേസിൽ എത്തിക്കുമ്പോഴോ അല്ലെങ്കിൽ ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പുറത്തേക്ക് വിടുമ്പോഴോ ഒക്കെ എന്താണ് ലീക്കേജുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതും എന്താണ് ഒരു സ്പില്ലേജ് വേസ്റ്റ് തന്നെയാണ്, ഒരു സോഴ്സ് തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ച് നോക്കാം. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കണോട്ടോ. പോയിന്റ് പേഷ്യന്റ് കെയർ അല്ലെ. പേഷ്യന്റ് കെയർ എന്ന് പറയുമ്പോൾ നമ്മളൊരു സമയം ഒരു വലിയ കുഴപ്പമില്ലാത്ത ഒരു പേഷ്യന്റ് ആണെങ്കിൽ അല്ലെ, വലിയ പ്രശ്നമില്ല സമയത്ത് സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്ന പേഷ്യന്റ് ആണെങ്കിൽ നമുക്കറിയാം അവര് എപ്പോഴും അല്ലെ ഹൈജീനിക് അവരുടെ കൈകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വാഷ് ചെയ്ത്
മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്ന മാത്രയിൽ തന്നെ അവർ കഴിച്ച് വലിയ പ്രശ്നം ഉണ്ടാവില്ല അല്ലേ? അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി ട്രീറ്റ്മെന്റ് മാത്രം കൊടുത്താൽ മതിയാവും. അതേസമയം ഒരു കിടന്ന് ചികിത്സിക്കേണ്ട ഒരു പേഷ്യന്റിനെയാണ് അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ പേഷ്യന്റിന് എല്ലാ ദിവസവും അല്ലെ ടൈം ടു ഇതിൽ തന്നെ അവരെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? അപ്പൊ ഇപ്പൊ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ അവരുടെ ബെഡ്ഷീറ്റുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ എന്താണ് അവർക്ക് സ്വമേധയാ ചെയ്യാനും അല്ലെ നിവരാനൊന്നും പറ്റാത്ത ഒരവസ്ഥയൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും മുറിവോ ചതവോ അല്ലെ നമുക്കറിയാം കിടന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവര് കറക്റ്റ് ഫുൾ ടൈമിൽ ആ ഒരേ പൊസിഷനിൽ കിടക്കാണെങ്കിൽ തന്നെ കൂടി പൊട്ടാനും സാധ്യതയൊക്കെ കൂടുതലാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും സംതിങ് റോങ് ഒക്കെ ആയിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ക്ലീൻ ചെയ്തൊക്കെ അല്ലെ ഇടയ്ക്കിടയ്ക്കൊക്കെ തിരിച്ചൊക്കെ കിടത്തി അവരുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ എന്താണ് എന്തെങ്കിലും രീതിയിൽ അവരുടെ ആ ഒരു മുറിവിൽ നിന്നൊക്കെ ഫ്ലൂയിഡ്സുകളൊക്കെ അല്ലെങ്കിൽ യൂറിനൊക്കെ എന്താണ് ബെഡ്ഷീറ്റുമൊക്കെ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതകളുണ്ട്. അണുക്കള് അതിന്മേ അല്ലെ ഇൻവോൾവ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അതേമാതിരി തന്നെ ബെഡ് പാൻ ഉപയോഗിച്ച് ബെഡ് പാൻ ഉപയോഗിച്ച് കഴിയുമ്പോഴും ഞാൻ പേഷ്യന്റ് കെയർ ഓക്കെ ആണോ? നിങ്ങൾ ക്ലിയർ ആയോ? പറഞ്ഞു വന്ന മാതിരി തന്നെ ഓക്കെ ആണോ? നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. അതിലെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഹോസ്പിറ്റലില് എന്താണ് വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ? ചിലപ്പോ അവർക്ക് എന്താ പറയുക ഹോസ്പിറ്റൽ ക്രിയേറ്റ് മെനി മെഡിക്കൽ വേസ്റ്റ് വിച്ച് ക്യാൻ കൺസിസ്റ്റ് ഓഫ് ഷാർപ്പ് കണ്ടാമിനേറ്റഡ് ഡ്രസ്സിംഗ് ആൻഡ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്. അതായത് അവിടെ പലതരത്തിലുള്ള മെഡിക്കൽ വേസ്റ്റ് ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. പ്രധാനമായിട്ടും എന്താണ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഷാർപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൂർച്ചയുള്ള വസ്തുക്കൾ അവിടെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഇതിലിപ്പോ ചെറിയ ചെറിയ നീഡിൽസുകളെല്ലാം അല്ലെ സിറിഞ്ചും കാര്യങ്ങളെല്ലാം അത് ഡിസ്പോസ് ചെയ്യേണ്ട പ്ലേസിൽ തന്നെ ഡിസ്പോസ് ഒക്കെ ചെയ്യണം. അതല്ലാതെയാണെങ്കിൽ അതിലൊക്കെ അണുക്കള് പറ്റിപ്പിടിച്ചിരിക്കാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ ഇതിലൂടെ എന്തെങ്കിലും നമുക്കറിയാം ഈ ഒരു ഇത് ചിലപ്പോ ആണെങ്കിൽ ബ്ലഡിന്റെ ഒരു അംശമായിരിക്കാം, അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ എന്തെങ്കിലും അംശമായിരിക്കാം. അത് അതുമ്പോ പറ്റിപ്പിടിച്ചിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ അത് എവിടെയെങ്കിലൊക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. കണ്ടാമിനേറ്റഡ് ഡ്രസ്സിങ്, അതായത് മലിനീകൃതമായിട്ടുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അതായത് പഴുപ്പും കാര്യങ്ങളൊക്കെ നിറഞ്ഞ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെറിയ രീതിയിലൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ, അതായത് കൃത്യമായിട്ടായിരിക്കും നഴ്സുമാര് കൈകാര്യം ചെയ്യുന്നത് അല്ലെ? എങ്കിൽ കൂടി പക്ഷെ അവരുടെ ആ ഒരു ചെറിയ ഹാൻഡ്ലിങ്ങിന്റെ ചെറിയൊരു മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ബ്ലഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിന്റെ അണുക്കളുടെ പ്രസരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്, മറ്റേതെങ്കിലും ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഇപ്പൊ ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സ് മാത്രമല്ല, നേരത്തെ പറഞ്ഞ മാതിരി ഹോസ്പിറ്റലില് പല പ്രവർത്തനങ്ങളിലും പല കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? കെമിക്കൽസോ അല്ലെങ്കിൽ എന്താണ് നമ്മളെ റേഡിയേറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസോ പലതും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും രീതിയിലുള്ള ലീക്ക് ഔട്ടുകൾ, അത് നല്ല ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോപ്പർ ഹാൻഡ്ലിംഗ് അല്ല എങ്കിലാണ് അങ്ങനെ ഒരു ലീക്ക് ഔട്ട് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. ഇനി എന്തെങ്കിലും ഉണ്ടോ ഡൗട്ടുകള്? ഓക്കെ, ചാപ്റ്ററിന്റെ ഒരു ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ളത് നമുക്ക് വലിയ പ്രശ്നമില്ലാത്ത, അതായത് 1-2 ഓക്കെ ആവുമ്പോൾ 6.5 1-2 ഓക്കെ ആയി കഴിയുമ്പോൾ ആ ഒരു സ്റ്റെപ്സും കൂടി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഓരോന്ന് 1 by 1 ആയിട്ടുള്ളതാണ്. അത് 1-2 നമ്മൾ ഓക്കെ ആയി കഴിയുമ്പോൾ കണ്ടിന്യൂഷൻ ഓക്കെ ആയിട്ട് വന്നു. ഓക്കെ, 6th പോയിന്റ് കൂടി നോക്കാം. സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്, അതായത് നമ്മളിപ്പോ എല്ലാം കൂടി കളക്ട് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ട, ഇപ്പൊ ടെസ്റ്റിന് വേണ്ടിയിട്ട് ചിലപ്പോഴൊക്കെ ഓഫ്ലൈൻ ആയിട്ടും അല്ലെ, നമ്മള് പുറത്തേക്ക് ഓഫ്ലൈൻ അല്ല ഓഫ് സൈറ്റ് ആയിട്ടും, അതായത് മാത്രമല്ല ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയും ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന സൗകര്യങ്ങൾ ഉണ്ടാവും.
ഇപ്പൊ പുറത്തേക്ക് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഈ ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധ്യത നമുക്കറിയാം. കറക്റ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലൊക്കെയാണ് അവരത് സൂക്ഷിച്ച് കൃത്യമായിട്ടൊക്കെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇൻ കേസ് അവിടെ എന്തെങ്കിലും ലീക്ക് ഔട്ടുകൾ ചിലപ്പോ എന്തെങ്കിലും ലീക്ക് കറക്റ്റ് ആയിട്ടുള്ള ടൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല എങ്കിൽ ലീക്ക് ഔട്ട് വരാനുള്ള സാധ്യത. ഇവിടെ നമ്മൾ എന്താ പഠിക്കുന്നത്? സോഴ്സുകൾ, അതായത് സാധ്യതകൾ അല്ലെ, വേസ്റ്റ് വരാൻ സാധ്യതകൾ എന്താണെന്നുള്ളതാണ്. അപ്പൊ ചിലപ്പോഴെങ്കിലും നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ബോട്ടിലിന്റെ ടൈറ്റിങ്ങും കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അപകടങ്ങൾ, എന്തെങ്കിലും ആക്സിഡന്റ് സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്, അപകടം സംഭവിച്ചതൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെയൊക്കെ എന്താണ് ഈ സാധ്യതകൾ അല്ലെ, ബ്ലഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ സ്പ്രെഡ് ആവാൻ സാധ്യതകളുണ്ട്. ഇതൊക്കെ എന്താണ്, ഓരോ സാധ്യതകളാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വേസ്റ്റുകൾ മൊത്തമായിട്ട് കളക്ട് ചെയ്ത് നമുക്കറിയാം വണ്ടികളൊക്കെ വന്ന് കളക്ട് ചെയ്തൊക്കെ ആയിരിക്കും കൊണ്ടുപോയി എവിടെയാണോ ഒന്നിച്ച് നശിപ്പിക്കേണ്ടത് ആ ഏരിയയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്ന മാത്രയിലും ചെറിയ രീതിയിലുള്ള സ്പില്ലേജുകൾ അല്ലെങ്കിൽ ലീക്ക് ഔട്ടുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. എന്താണ്, in the course of transporting medical waste, laboratory samples and other dangerous materials with the hospital or to an off-site facility. ചിലപ്പോ ഉള്ളിൽ തന്നെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന മാത്രയിലായിരിക്കാം എന്തെങ്കിലും രീതിയിൽ സ്പ്രെഡ് അല്ലെ, ലീക്ക് ഔട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകേണ്ട അവസ്ഥകൾ വരാൻ സാധ്യതകളുണ്ട്. അതല്ലെങ്കിൽ പുറത്തേക്ക് അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോയിട്ട് കൈകാര്യം ചെയ്ത അവസ്ഥയിലും ഇത്തരത്തിലുള്ള ലീക്കേജുകൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെയാണോ? ഓക്കെ, ക്ലിയർ ആണ് അല്ലെ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂസ് എടുക്കാം. ഓക്കെ, താങ്ക് യു.